ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ, ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. ഒരു കാര്യം തുറന്നു പറയാം, ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി AMMA അപരാധികളുടെ സംഘടന. അപ്പം അൻസിബ ഹസൻ്റെ ഞെട്ടിക്കുന്നൊരു വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ അതിനൊക്കെ മുമ്പ് അൻസിബ ഹസനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ടിനി ടോമും അൻസിബയും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എൻ്റെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അൻസിബ ഹസനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, പിന്തുണയ്ക്കുന്നു ഈ ഒരു കാര്യത്തിൽ. കാരണം അൻസിബയെ പറ്റി അറിയാവുന്ന ആളുകൾ, ഇപ്പം ബിഗ് ബോസ് എന്നൊരു ഷോ കണ്ടിട്ടുള്ള ആളുകൾ, ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള ഒരാളാണ് അൻസിബ. അൻസിബ ഒരു പക്ഷേ പുറത്തു പോകുന്ന സമയത്ത്, ഔട്ടായി പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോഴേ പോകേണ്ട ഒരാളല്ല അൻസിബ എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ലേഡി എന്ന് വേണമെങ്കിൽ തന്നെ അൻസിബ ഹസനെ പറയാം. ബിഗ് ബോസ് ഷോ കണ്ടിട്ടുള്ള അൻസിബ, പോയിട്ടുള്ള ബിഗ് ബോസ് സീസൺ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അൻസിബ ഹസൻ എന്ന ഒരു ലേഡിയുടെ ക്വാളിറ്റി എന്താണെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ഒരു നിലപാട് ഞാൻ പറയുന്നത്. ഞാൻ അൻസിബയുടെ ഭാഗത്ത് തന്നെയാണ്. പുള്ളിക്കാരി കള്ളം പറയത്തില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു ലേഡിയാണെന്ന് എനിക്ക് 100% പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഈ ടിനി ടോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അൻസിബ ഇങ്ങനൊരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ ഇരിക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇതിനെതിരെ എന്താണ് അന്വേഷിക്കാത്തത്? ഇതിനെതിരെ എന്താണ്, ഇത് സത്യമാണോ, ഇതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അന്വേഷിക്കാതെ കുറേ സ്ത്രീകൾ നമുക്ക് ആരാന്നൊക്കെ നമുക്കറിയാം. അൻസിബയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്ത് വന്ന ഈ സ്ത്രീകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനെയൊക്കെയാണ് ആദ്യം ഇതിനകത്തുനിന്ന് ഇറക്കി വലിച്ച് താഴെ കളയേണ്ടത്. കുറേ ടീംസുകൾ മിമിക്രിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇതിനകത്ത് ഇരുത്തി, അവരാണ് വലിയ സംഭവം, അവരാണ് ഇത് കൊണ്ടുപോകുന്നത്, മലയാള സിനിമ കൊണ്ടുപോകുന്നത് തന്നെ അവരുടെ കൈകളിൽ കൂടെയാണെന്നുള്ളൊരു ധാരണയിൽ അഹങ്കാരം പിടിച്ച കുറേ മുഴുത്ത ഈ പറഞ്ഞിട്ടുള്ള വട്ട് ടീമുകൾ ഇതിനകത്തിരിപ്പുണ്ട്. നമുക്കറിയാം ഈ ഒരു സംഘടന ബാബുരാജും മമ്മൂക്കയും മോഹൻലാലേട്ടനും അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ, ഇന്നസെൻ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇരുന്ന സമയത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു സംഘടന കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പം കണ്ടില്ല, ഇങ്ങനെയുള്ള കുറേ അലവലാതി ടീമുകളെ കയറ്റി പിടിച്ചിട്ടുള്ളൂ. ഈ സംഘടനയുടെ ഒരു ഇത് തന്നെ നഷ്ടപ്പെട്ടെന്നാണ്. ഇനി ഈ സംഘടന മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത്രയും ഒരു തരം താഴ്ന്ന ഒരു സംഘടന മലയാള സിനിമയ്ക്ക് വേണ്ട എന്ന് കരുതിയിട്ട് ഈ സംഘടന പിരിച്ചു വിടും, അതാണ് നല്ലത്. ഈ സംഘടന കൊണ്ടിട്ട് പിന്നെ ഇത് കൊണ്ടിട്ട് ആർക്കും സാധാരണക്കാർക്ക് അത് ഒരു ഉപകാരമില്ല. അത് വേറെ ആരും, സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് അവർ ഇതുപോലുള്ള ഷോ നടത്തുന്നു, അവർ പോക്കറ്റിലോട്ട് പൈസ എടുത്തിരുന്നു പോകുന്നതല്ല. അതുള്ള സാധാരണക്കാർക്ക് കൊണ്ടിട്ട് ഒരു ഉപകാരമില്ലാത്ത സംഘടനയാണ്, അത് വേറെ ആരും. പിന്നെ ഞാനൊരു കാര്യം പറയണം, ഇവരൊക്കെ അഹങ്കാരികളായിട്ടുള്ള ഇതുപോലുള്ള ടീംസൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ടിനി ടോമും അതുപോലെ ലക്ഷ്മി പ്രിയ, നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പൈസയുടെ പുറത്താണ് നിങ്ങളൊക്കെ ഞെളിക്കുന്നത് അല്ലേ. ടിനി ടോം എന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റം പിടിച്ച മോൻ കണ്ടില്ലേ, മോനെ പോലും പറഞ്ഞ് നേരെയാക്കാൻ, മോനിക്കെതിരെ ഈ MDMയുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് നമ്മൾ കണ്ട സമയത്ത് മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു ഫാദറിനെയാണ് ഞാൻ കണ്ടത്. എന്തുവാടേ അതിനുശേഷം നമ്മൾ കണ്ടില്ലേ, പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ അലവലാതി ടീംസിനെയൊക്കെ ഈ സംഘടനയെ പിടിച്ച് പുറത്താക്കണം, അതാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഈ സംഘടന വിജയിക്ക് മുമ്പോട്ട് പോകത്തുള്ളൂ. ജഗദീശിനെ പോലെയുള്ള നല്ല നല്ല നടന്മാരെ ഇതിൻ്റെ തലപ്പത്ത് പിടിച്ചിരുത്തുവാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം ഇനി മുമ്പോട്ട് പോകും, അല്ലെ ഇത് പ്രസ്ഥാനം മുമ്പോട്ട് പോകത്തില്ല.
അത്രയ്ക്കും ചീഞ്ഞ് നാറിപ്പോയി. ഓക്കെ, ഇനി ഞാനിവിടെ ആൻസിബ ഹസൻ്റെ ആ ഒരു വോയിസ് വയ്ക്കും. എന്തായാലും പുള്ളിക്കാരിക്ക് നീതി കിട്ടിയേ തീരൂ, അത് വേറെ കാര്യം. അപ്പോൾ ആൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം, അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞിട്ടുള്ള പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ശ്വേതാ മോഹൻ, ഇങ്ങനെയുള്ള ടീംസിനെയൊക്കെ എടുത്ത് കളയണം. മറ്റേ കുക്കു പരമേശ്വർ, ഇതിനെയൊക്കെ എടുത്ത് വെളിയിൽ കളയണം. ഇപ്പം അവിടുത്തെ ഒരു ജോലിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയും പറയുന്ന ഇതാണ്, അതൊരു അധോലോകമാണ്, AMMA അല്ല, അമ്മയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളൊക്കെ ഇതിനെ പറയുന്നത് AMMA എന്നാണ്. അമ്മ എന്നൊരു വാക്കിന് മഹത്വമുണ്ട്. പക്ഷേ ഈ ഒരു AMMയ്ക്ക് ഉണ്ടല്ലോ, ഈ അമ്മയെന്ന് പറയുന്ന അവർ പറയുന്ന അതിന് എന്ത് മഹത്വമാണുള്ളത്. ആ ഒരു അമ്മയുടെ മഹത്വം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്, ഇവർ ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞ പ്രസ്ഥാനം തന്നെയാണ്. ഇനി ഞാൻ ആദ്യം അൻസിബ ഹസൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ഞാനിവിടെ വെച്ചത്, അതിനുശേഷം ആലപ്പി അഷ്റഫ് പറയുന്നതും കൂടെ ഞാനിവിടെ വെച്ചിട്ട്. അത്രയ്ക്കും ഒരു അളിഞ്ഞ ഒരു സംഘടന തന്നെയാണ് ഈ MMA. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. ഈ അളിഞ്ഞ തീട്ടങ്ങളെ ഇതിനകത്ത് നിന്ന് വെളിയിലെടുത്ത് കളഞ്ഞാൽ മാത്രമേ ഈ സംഘടന ഗതി പിടിക്കത്തുള്ളൂ. അൻസിബയുടെ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതുവരെയും ആ കുട്ടിക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് അന്വേഷിക്കാൻ പോലും ഇതിനകത്തുള്ള ഈ തലപ്പത്തിരിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതിന് പകരം ആ കുട്ടിയെ, പരാതി പറഞ്ഞിട്ടുള്ള കുട്ടിയെ വീണ്ടും അൻസിബ എന്ന് പറയുന്ന അവരെ വീണ്ടും നാണം കെടുത്തുന്ന, മാനം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കേ. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള കേട്ടില്ലേ? ഒരു സ്ത്രീ ഈ സംഘടനയിൽ ഒരു ഈ മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ ലേഡി പരാതി പറഞ്ഞിട്ട് ഇതിനകത്ത് നിൽക്കുന്ന സ്ത്രീകൾ ആ പരാതിയുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ പരാതി ഈ പറഞ്ഞിട്ടുള്ള അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ആ ആളോടൊപ്പം ചേർന്ന് നിന്ന് ഈ പരാതി കൊടുത്തിട്ടുള്ള ലേഡിയെ, അൻസിബ ഹസൻ എന്ന ലേഡിയെ നാണവും മാനവും കെടുത്തുന്ന രീതിയിലാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. ആ സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനകത്ത് പുറത്താക്കണം അല്ലേ? ഇതിൻ്റെ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് തന്നെ അന്വേഷിക്കാതെ പോലും ഇങ്ങനൊരു സംഭവം അൻസിബ പറഞ്ഞതിൻ്റെ ഒരു വിതിൻ 24 മണിക്കൂറിന് ആവുന്നതിന് മുമ്പ് തന്നെ വന്ന ചാനൽ ചർച്ചകളിൽ നിന്നിട്ട് ഞാൻ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യുന്നു, ടിനി ടോമിനെ എനിക്കറിയാം, ടിനി ടോം അങ്ങനെയാണ്, ചിരിച്ചു നിൽക്കുന്നതാണ്, കൈ തോളത്തിട്ട് സംസാരിക്കുന്ന ആളാണ്, ഒട്ടൊരുമി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയാൻ നാണവും മാനവും ഉളുപ്പില്ലേ? ഇവരെയൊക്കെ ഈ തലപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. നാണവും മാനവും ഇല്ലാത്ത ആ ബാബുരാജ് നമ്മുടെ ഇടവേള ബാബുവൊക്കെ നിൽക്കുന്ന സമയത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പുള്ളിയൊക്കെ നോക്കിയിരുന്ന ഒരു പ്രസ്ഥാനമാണ്. പിന്നെ എനിക്ക് ഈ MMA പറ്റിയിട്ട് എനിക്കിതൊന്നുമില്ല.
വെറും വേസ്റ്റ് സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളോടാണ് പറയാനുള്ളത്, സിനിമ എന്ന് പറഞ്ഞാൽ കാണുന്നൊരു കണ്ടോ, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അത് മാത്രം കണക്കൂട്ടി മാത്രമേ നിങ്ങൾ കാണാവൂ. അല്ലാതെ ഇതുപോലുള്ള തൊട്ടി ടീമുകളെ തലക്കയറ്റി വെച്ച് സപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളെ പൈസ കൊണ്ടിട്ട് കോടികൾ വിലയുള്ള വണ്ടികളും മേടിച്ച് കോടികൾ ആസ്തിയുള്ള കൊട്ടാരങ്ങളും പണിഞ്ഞ് ഈ പറയുന്ന മനുഷ്യത്വത്തിന് ഒരു വിലയില്ലാത്ത ഈ വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള ടീമുകളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല അല്ലേ. അപ്പം വർഗീയത പറഞ്ഞ് ഈ പറഞ്ഞുള്ള ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ പൈസ കൊണ്ട് ആർഭാടപരമായിട്ട് ജീവിക്കുന്ന ഈ ടിനി ടോമിനെയൊക്കെ പുറത്താക്കാൻ ഈ അമ്മയിൽ ആരും ഇല്ലയോടെ. അല്ലെങ്കിലും അങ്ങനെയാണ്. ഇപ്പം പുതിയ സംഘടന രൂപീകരിച്ചല്ലോ. അതിനകത്ത് കുറേ മിമിക്രി ആർട്ടിസ്റ്റിനെ ഒരു സിനിമയും ഒന്നുമില്ലാത്ത കുറേ ടീംസിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവർ അതിനകത്ത് കയറി എന്ന് ഞെളിച്ച് മാസം കിട്ടുന്ന ഈ പറഞ്ഞിട്ടുള്ള ശമ്പളത്തിൻ്റെ പേരിൽ അവരാണ് വലിയ സംഭവം. അവരാണ് മലയാള സിനിമ കൊണ്ടുപോകുന്നത്. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഇല്ലാത്ത തലക്കനവും വെച്ചുകൊണ്ട് കിടക്കുന്ന ഈ തീട്ട ടീമിനെയൊക്കെ, ഈ ക്രീമി ടീമിനെയൊക്കെ ഇതിനകത്തുനിന്ന് പുറത്താക്കണം. എന്നാൽ മാത്രമേ ഈ സംഘടന വിജയിക്കത്തുള്ളൂ. ഇനി ഞാനിവിടെ ആലപ്പി അഷ്റഫ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടൊരു കുട്ടിയാണ് അൻസിബ ഹസൻ. ആ അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന സമയത്ത് ആ അൻസിബയെ മേത്തച്ചിയാണല്ലോ വന്നതെന്നും പറഞ്ഞിട്ട് ആക്ഷേപിച്ച് ആ വൃത്തികെട്ടവൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വേണേൽ ഇവിടെ നിന്ന് തുപ്പിയിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്കറിയാം. അപ്പം കൂടുതൽ അറിയാനാണെങ്കിൽ ആലപ്പി അഷ്റഫിൻ്റെ കമൻറ്റ്, യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റിനകത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ ആ വൃത്തികെട്ടവൻ, ആ മേത്തച്ചി എന്ന് വിളിച്ച് ലാലേട്ടനെ വരെ ചേർത്ത് പറഞ്ഞ ആ വൃത്തികെട്ടവൻ ആരാണെന്ന് അങ്ങനെ തന്നെ വിളിക്കണം. വർഗീയവാദി എന്ന് തന്നെ വിളിക്കണം. ഓക്കെ, അവൻ ആരാണെന്ന് അതിനകത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ നടനാണ്, വലിയ വെണ്ടയാണെന്നൊക്കെയാണ് പറഞ്ഞ് സ്വയം കരുതുന്നത്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഇനി പട്ടി വിലയാണെന്ന് എനിക്ക് അത് മനസ്സിലാക്കിയോ. അപ്പോൾ എന്തായാലും ആലപ്പി അഷ്റഫിൻ്റെ വോയിസും കൂടെ പുള്ളി പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ആണ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പൊതുസമക്ഷത്തിലെത്തിയപ്പോൾ പ്രസിഡന്റ് പറയുന്നു, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല എന്ന്. എന്നാൽ സെക്രട്ടറി ഇതെല്ലാം അറിഞ്ഞ് രാജ്യം വിട്ട ലക്ഷണമാണ്. കണ്ടതും കേട്ടതും മിണ്ടില്ല എന്ന് പറഞ്ഞ് അവർ മാളത്തിലൊളിച്ചു. ഇപ്പോൾ പൊതുസമക്ഷം ആവലാതികൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് അൻസിബ ഹസനാണ്. തന്റെ നേരെയുണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള ായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് കേട്ടല്ലോ ആലപ്പി അഷ്റഫ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു കലാകാരനാണ്. ആര് ബഹുമാനിക്കുന്ന കലാകാരന്മാരുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. നല്ല കലാകാരന്മാരും ഉണ്ട്, പക്ഷേ ഇതുപോലെ തൊട്ടി കലാകാരന്മാരും ഉണ്ട്. അവന്മാരെയൊക്കെ ജനങ്ങൾ വെറും പുല്ല് വിലയാണ് അവന്മാർക്കൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവന്മാരെയൊന്നും ജനങ്ങൾ ബഹുമാനിക്കത്തില്ല. ജനങ്ങളുടെ പൈസ കൊണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള മാളികയിൽ കയറി കിടക്കുന്ന ഇവനെയൊന്നും ഒരു പട്ടി വില പോലും ജനങ്ങൾ കൊടുക്കത്തില്ല. ഓക്കെ, അതൊക്കെ പോട്ട്. അപ്പോൾ എന്തായാലും ആലപ്പി അഷ്റഫ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, വിശ്വാസമായി കാണും. അപ്പോൾ എന്തായാലും അൻസിബയ്ക്ക് നീതി കിട്ടണം, നീതി കിട്ടിയേ പറ്റൂ. ആ കുട്ടി ഒരു പരാതി സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ആ സംഘടനയിലുള്ള മെമ്പറായിട്ടുള്ള എല്ലാ ആളുകളും ലക്ഷങ്ങൾ കൊടുത്ത് മെമ്പർ സ്ഥാനം മേടിച്ചിട്ടുള്ള. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യമാണ് ഓർമ്മ വന്നത്. അന്നാരാജൻ പറഞ്ഞ കേട്ടല്ലോ,
ആ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്ത പൈസ കൊണ്ടിട്ട് ഞാൻ എന്തോ പുള്ളിക്കാരി ലോൺ അടച്ചു തീർത്തുന്നു എന്ന കണ്ടൊക്കെ പറഞ്ഞിട്ടായിരുന്നു. സംഭവം ശരിയല്ലേ? എനിക്ക് അന്നാരാജൻ്റെ ഈ പ്രവൃത്തിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. പബ്ലിക്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അതിനോട്ടൊന്നും എനിക്ക് താല്പര്യം. പക്ഷെ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ലക്ഷങ്ങളാണ് വേണ്ടുന്നത്. ഒരു ഗതിയും വകയില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലുള്ള ഇങ്ങനെയുള്ള വർഗീയവാദികളുടെ വായിരിക്കുന്ന കേൾക്കാനാണോ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കേണ്ടത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആൻസിബയെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.